ഓട്ടം കണ്ട ഒളിമ്പിക്സിന് പോകാൻ പ്രാക്ടീസ് ചെയ്യുന്ന എനിക്ക് തോന്നും. പക്ഷെ അതല്ല, ഈ പെണ്ണുമ്പിള്ള ഒളിച്ചോടാൻ നോക്കുന്നതാണ്. ഈ പെണ്ണുമ്പിള്ളക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിച്ചാൽ ഇവൻ്റെ കൂടെ ഒളിച്ചോടി പോകാനുള്ള കാരണം ഇവള് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവളുടെ ഭർത്താവ് ഉണ്ടല്ലോ അഖിൽ NRD, അവന് വേറെ ആരുമായിട്ടാണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് അവന് വേറെ ആരെങ്കിലും ആയിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ നീ എന്തിനു വിളിച്ചോടി പോന്നേ? അപ്പം നീ എന്ത് മുൻകൂട്ടി കരുതി വെച്ചിരുന്നോ? ഇതൊന്നും അല്ല ഗായ്സ്. അതിനിടയ്ക്ക് വേറെ കുറേ അമ്മമാർ കുറെ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുന്നുണ്ട് കേട്ടോ. ഇവൻ ഗേ ആണെന്നും ഇവന് കിഡ്നി ഇല്ലെന്നും കുറെ എണ്ണം അടിച്ചിറക്കുന്നുണ്ട്. അവനും അവൻ്റെ ഫാമിലി ഇപ്പം എന്ത് സങ്കടത്തിലായിരിക്കും എന്തോ. ആ സമയത്താണ് കുറേ എണ്ണം ഇതേ കണക്കത്തെ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുന്നത്. ഇവളാണെങ്കിൽ ഈ കാര്യം ആരുടെ പറഞ്ഞിട്ടില്ല, ഒരു സൂചന പോലും ആർക്കും കൊടുത്തില്ലെന്നേ. പിന്നെ പറഞ്ഞോണ്ട് നടക്കാൻ പറ്റിയ കാര്യമല്ലേ ഇത്? ഈ രാത്രി ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഈ വീട്ടിലുള്ളവരും ഈ അഖിലും ഈ കാര്യം തന്നെ അറിയുന്നത്. അഖിലിൻ്റെ കൂടെ വളരെ സന്തോഷത്തോടെ ആയിരുന്നു ഈ ഇടയ്ക്ക് ഇവർ സിനിമ കാണാനും പോയതും, പിന്നെ ഈ ഇടയ്ക്കായിരുന്നു ഇവർ പുതിയ കാർ എടുത്തതും. അപ്പോഴൊന്നും ഇവള് ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല. ഇങ്ങനൊരു റിലേഷൻ ഉണ്ടെന്നേ നമുക്ക് തോന്നിക്കാത്ത വിധമാണ് അവൻ്റെ കൂടെ നടന്നത് കേട്ടോ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇത്രയും നാൾ കൂടെ ചിരിച്ചും കളിച്ച് നിന്നിട്ട് ആ പാവം പിടിച്ചവനെയും കളഞ്ഞിട്ട് ഈ കണ്ണാപ്പി മാമൻ്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ നീ രാത്രി? നീ എങ്ങനെ ഗതി പിടിക്കും? വല്ലവൻ്റെയും ഫായ അടിച്ചുകൊണ്ട് വന്ന ആ പൊട്ടക്കണ്ണൻ്റെ അവൻ്റെ തലക്കിട്ട് ആദ്യം കൊടുക്കണം കേട്ടവളിയ. ഇവളുടെ അടുത്ത് പോലീസ് ചോദിച്ചെന്ന് തിരിച്ചു പോ, അഖിലിൻ്റെ കൂടെ പോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇയാളുടെ കൂടെ പോയാൽ ശരിയാത്തില്ല, നീ അഖിലിൻ്റെ കൂടെ തന്നെ തിരിച്ചു പോകുമെന്ന് പോലീസ് പറഞ്ഞെന്ന്. അപ്പോൾ ഇവള് പറഞ്ഞെന്ന് എനിക്ക് കണ്ണാപ്പി ചേട്ടനെ മതി, ഈ അഖിലിനെ വേണ്ട പോലും. ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ അഖിൽ പറഞ്ഞെന്ന് വെച്ചാൽ അവളെ ഒന്നും പറയരുത്, പോയത് പോട്ടെ എന്നാണ് അഖിൽ പറയുന്നത്. ഒരു കണക്കിന് ശരിയാ, പോയത് തന്നെ നല്ലത്. അവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അല്ലേ? പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെ ഒരു ജന്മം